ചേച്ചി, ശബരിയേട്ടാ, ദേ അവരെത്തി. അനുചേച്ചി, അച്ഛന്റെ വിവരം എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എപ്പോഴാ വന്നേ? ചേച്ചി ശബരിയേട്ടനെ വിളിച്ച് അപ്പൊ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്താ രഘുവേട്ടൻ ഉണ്ടായത്? ഗാർമെന്റ്സിൽ നിന്ന് അച്ഛൻ സന്തോഷത്തോടെ തന്നെയല്ലേ പോയത്? ശബരി, അമ്മ നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവിടെ നിന്ന് പോയത്. പിന്നെ എവിടേക്കാണെങ്കിലും വണ്ടി കൊണ്ടുവിടാന്ന് പറഞ്ഞപ്പോ നടന്നു പോകുന്ന ഇഷ്ടം എന്ന് പറഞ്ഞിറങ്ങിയതാ. എന്തായാലും ഇന്നത്തെ ദിവസം അച്ഛൻ ഇങ്ങനെ കാണിച്ചത് ഞങ്ങൾക്ക് ശിക്ഷയായത്. രാവിലെ ഒരു നല്ല കാര്യം നടന്നതിന്റെ സന്തോഷമെല്ലാം ഇപ്പൊ പോയില്ലേ? അച്ഛൻ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കാൻ അമ്പിളി ചേച്ചിയും രഘുവേട്ടനും അച്ഛനോട് വല്ല തെറ്റും ചെയ്തോ? അച്ഛനൊരിക്കലും മനഃപൂർവ്വം പോയതായിരിക്കില്ല ചേച്ചി. ചിലപ്പോ അച്ഛന്റെ ഫോൺ എങ്ങനെയെങ്കിലും സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും. ഫോൺ സ്വിച്ച് ഓഫ് ആയ വീട്ടിലേക്കൊന്ന് വിളിച്ചറിയിക്കാൻ വേറെ എന്തൊക്കെ വഴികളുണ്ട് ശബരി? ചിരു, നീ അകത്തേക്ക് വാ. നമ്മുടെ ടെൻഷൻ അച്ഛൻ മനസ്സിലാക്കും. മിക്കവാറും അച്ഛൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കായിരിക്കും. അതാവും വിളിക്കാത്തത്. ചെല്ലു മോളെ, നീ മക്കളുടെ അടുത്ത് പോയി കുറച്ചു നേരം കിടക്ക്. ചെല്ല്. വാ ചേച്ചി, അല്ലെങ്കിലേ വയ്യാത്തതാ. വാ വാ വാ. ആ, നിങ്ങളും അകത്തേക്ക് കയറിയിരിക്കുക. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്തിനാ? നീ കൂടെ ചെല്ലാൻ വിളി. ഞാനും ശബരി ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കട്ടെ. ബിപിയുടെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയ പിന്നെ അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമെന്ന് കേട്ടിട്ടുണ്ട്. എന്തൊരു കഷ്ടമല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞില്ലടി. ഇനി കുറച്ച് മരുന്നൊക്കെ കഴിക്കാടോ. പിന്നെ മനസ്സൊക്കെ തളരുമ്പോ മരുന്നുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നൊരു ഭാഗ്യല്ലോ. നമ്മുടെ മക്കള് മനസ്സ് വച്ചാ നമുക്ക് മരുന്നൊന്നും കഴിക്കേണ്ടി വരില്ല. അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകാത്തത് മാത്രമല്ലേ നമ്മുടെ ദുഃഖം. അല്ല, ബാക്കിയെല്ലാം നമുക്ക് ദൈവം തന്നില്ലേ? മറ്റെന്തുണ്ടായിട്ടും മക്കള് സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതെന്ത് ജീവിത? അച്ഛാ, അച്ഛാ, ഒരാള് മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടം ഉണ്ടായ വണ്ടി ഓണർക്കെതിരെ പോലീസ് കേസെടുക്കോ? വണ്ടിയുടെ ഇൻഷുറൻസ് മറ്റ് പേപ്പേഴ്സൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഓണർക്ക് വലിയ പ്രശ്നം വരില്ല. പിന്നെ ഈ മദ്യപിച്ച് വണ്ടി ഓടിച്ച ആൾക്കെതിരെ ക്രിമിനൽ കേസ് ഉണ്ടാവും. അത് നിനക്ക് അറിയാവുന്നതല്ലേ? അല്ല, ആരുടെ വണ്ടി എന്തോ അപകടത്തിൽപ്പെട്ടെ? സത്യേട്ടന്റെ പേരുള്ള സ്കൂട്ടർ അമ്മേ. പക്ഷെ മദ്യപിച്ച് വണ്ടി ഓടിച്ചത് ശ്യാമ. സത്യന്റെ അളിയനല്ലേ? അതെ, മദ്യപിച്ചു എന്ന് മാത്രല്ല, പുള്ളിയുടെ ലൈസൻസിന്റെ കാലാവധിയും കഴിഞ്ഞു. ഇപ്പൊ എന്താന്ന് വെച്ചാ വണ്ടി സത്യേട്ടന്റെ പേരിലായതാ എന്റെ ടെൻഷൻ. അല്ല, നീ എന്തിനാ അതിന് ടെൻഷൻ ആവുന്നേ? സത്യന്റെ പേരിലെ കേസ് വന്നാ അത് നോക്കാൻ അവൻ അറിയില്ലേ? അത് പിന്നെ സത്യേട്ടനൊന്നുമില്ലേലും നമ്മുടെ സ്റ്റാഫല്ലേ. പാവം, ഒരു തെറ്റും ചെയ്യാതെ പെട്ടുപോവല്ലോ എന്നോർത്താ. അത് പോട്ടെ. മോളിതെങ്ങനെയാ അറിഞ്ഞത്? അപകടത്തിൽ ആർക്കെങ്കിലും കാര്യമായിട്ടുള്ള പരിക്കുണ്ടോ? പ്രായമുള്ള ഒരു മനുഷ്യൻ ഗുരുതരാവസ്ഥയിലാണെന്നാ സത്യേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞേ. അത് പിന്നെ സത്യേട്ടന് പെട്ടെന്ന് ഫോണ് വന്നപ്പോ ഓഫീസിൽ നിന്ന് പോയതായിരുന്നല്ലോ. ചിലപ്പോ നാളെയും ലീവായിരിക്കും പറയാനാ എന്നെ വിളിച്ചേ. അപകടം പറ്റിയ ആൾക്ക് മരണം സംഭവിച്ച ഈ ശ്യാമെന്ന് പറഞ്ഞ ആൾ അകത്ത് പോകേണ്ടി വരും. എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്നാ മോള് പോയി കിടന്നോ, ഞങ്ങൾ കിടക്കാൻ പോവാ. ഇടിയ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു.
സച്ചേട്ടാ, ഇന്ദുവിനിപ്പോഴും സത്യന്റെ കാര്യത്തിൽ എന്താ ഇത്ര ഉത്കണ്ഠന്ന എനിക്ക് മനസ്സിലാവാത്ത. അവനും കൊള്ളാം. രാത്രിയിൽ ഫോണിൽ സംസാരിച്ചതിന് അവന്റെ ഭാര്യ വഴക്കുണ്ടാക്കിയിട്ടും സത്യൻ എന്തിനാ വീണ്ടും ഇന്ദുവിനെ വിളിക്കുന്നത്? അതിന് അവൻ വിളിച്ചത് ഓഫീസിൽ ലീവ് ചോദിക്കാനാണെന്ന് അവള് പറഞ്ഞില്ലേ സാവിത്രി? അതിന് മാനേജറെ വിളിച്ചാ പോരെ? അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് പറഞ്ഞാ പോരെ? നീ ഇപ്പൊ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നേ? നീ വിചാരിക്കുമ്പോഴുള്ളൊരു ബന്ധമൊന്നുമല്ല അവര് തമ്മിലുള്ളത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിനക്ക് നിന്റെ മോളെ വിശ്വാസമില്ലേ? ഞാൻ എന്റെ മോളെ വിശ്വസിച്ചാ മാത്രം മതിയോ? സത്യന്റെ വീട്ടിലുള്ളവര് അവനെ വിശ്വസിക്കണ്ടേ? സ്വന്തം അമ്മ തന്നെ മകനെതിരെ അപവാദം പറയാൻ തുടങ്ങിയാലോ? ഇല മുള്ളി ചെന്ന് വീണാലും മുള്ളിലയിൽ വീണാലും ഇലയ്ക്ക് മാത്രം കേട്. അത് നിങ്ങൾ നിങ്ങളുടെ മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സുശീലയുടെ പുതിയ നീക്കങ്ങൾ കാണുമ്പോൾ നീ പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ദുവിനെ മരുമകളായി കിട്ടാൻ ആ സ്ത്രീ എന്ത് ചെയ്യും? ആ അതെ, അത് ഇന്ദുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, സച്ചിയേട്ടന്റെ സ്വത്ത് മാത്രം കണ്ടിട്ടാ. സച്ചിയേട്ടാ, എനിക്ക് വീണ്ടും ഒന്നേ പറയാനുള്ളൂ. ഇന്ദുവിന് ഇന്ദ്രന് വേണ്ടി ആലോചിച്ച സുശീലയ്ക്ക് എത്രയും വേഗം ഒരു മറുപടി കൊടുക്കുക. അത് യെസ് ആണെങ്കിലും നോ ആണെങ്കിലും. നീട്ടിക്കൊണ്ടുപോയാ നമ്മളെ ആ സ്ത്രീ നാണം കെടുത്തു. അല്ല, മരുന്ന് കഴിച്ചതല്ലേ? നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്ക്.